2 ദിവസങ്ങൾക്കപ്പുറം കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. എല്ലാവരും തങ്ങളുടെ സമ്മതിദാനാവകാശം നിറവേറ്റണം എന്ന് പറയുന്നതിനോടൊപ്പം ഒരു ചോദ്യം കൂടി ചോദിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. കേരളത്തിൽ 62 ലക്ഷത്തോളം ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ 18 ലക്ഷത്തിനടുത്ത് ആളുകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷനും ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ പെൻഷനുകൾ തുടർന്ന് ലഭിക്കാൻ ഏതു സർക്കാർ അധികാരത്തിൽ വരണം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും ഞാൻ എന്റെ ഒരു അഭിപ്രായം കൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. 10 വർഷങ്ങൾക്ക് മുൻപ് വെറും 600 രൂപ മാത്രം പെൻഷൻ ഉണ്ടായിരുന്ന ഒരു സമയത്ത് 18 മാസം പെൻഷൻ മുടക്കിയിട്ടിട്ടാണ് UDF സർക്കാർ അധികാരത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. 10 വർഷങ്ങൾക്ക് ഇപ്പുറം UDF നന്നായിട്ടുണ്ടാവും എന്ന് ചിന്തിക്കുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ടാവും. എന്നാൽ ആ ധാരണയെ തെറ്റിക്കുന്ന ചില നടപടികളാണ് വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ഫണ്ട് പിരിച്ചതും മുക്കിയതും ആർക്കും വീട് വെച്ച് കൊടുക്കാൻ ഒരു കല്ല് പോലും ഇടാൻ കഴിയാത്ത സ്ഥിതിയിൽ നിൽക്കുന്ന കോൺഗ്രസിനെ നമ്മൾ കാണുന്നത്. UDF അധികാരത്തിൽ വന്നാൽ പെൻഷൻ വർദ്ധിപ്പിക്കുകയോ ആർക്കും കൊടുക്കുകയോ ചെയ്യില്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഉത്തമ ബോധ്യം അക്കാര്യത്തിലുണ്ട് എങ്കിൽ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് അതുകൂടി മനസ്സിൽ വെച്ച് എല്ലാവരും വോട്ട് രേഖപ്പെടുത്തണം എന്ന് മാത്രം ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്.